السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. एक सवाल आजकल ഈ കാലഘട്ടത്തിൽ ഒരു ചോദ്യം വളരെ അധികമായി പ്രധാനമായും യുവാക്കളുടെ ഹൃദയങ്ങളിലും പ്രത്യേകമായി സമൂഹത്തിൽ മതത്തിന് എതിരായി പ്രവർത്തിക്കുന്നവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മതത്തിന് എതിരാണ്. ശരിയായ മാർഗനിർദ്ദേശം ലഭിക്കാത്ത കാരണത്താൽ മതവും ദൈവത്തിൽ നിന്ന് അവർ വളരെയധികം വിദൂരപ്പെട്ടിരിക്കുന്നു. ചോദ്യം ഇതാണ്: നല്ല ധാർമ്മിക ഗുണത്തിലേക്ക് ആധുനിക വിദ്യാഭ്യാസം നമ്മെ നയിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മതത്തിന്റെ ആവശ്യകത എന്താണ്? നിങ്ങളെ നല്ല ധാർമ്മിക ഗുണം പഠിപ്പിക്കുന്നതാണ് എന്ന് മതവും മതത്തിൽ വിശ്വസിക്കുന്നവരും ഉയർത്തുന്ന വാദമാണ്. മതമില്ലാതെ തന്നെ ധാർമ്മിക ഗുണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. ഇതും പറയപ്പെടുന്നു. മതത്തിൽ വിശ്വസിക്കുന്നവരുടെ സ്വഭാവ ഗുണത്തേക്കാൾ ഭൗതിക ലോകരുടെ സ്വഭാവം ഏറ്റവും നല്ലതാണ്. പ്രധാനമായും ഇസ്ലാമിനെ ഇതിലൂടെ കുറിമാനമാക്കുന്നു. മറ്റ് മതത്തിലെ അധികം ആളുകളും മതത്തിൽ നിന്ന് വളരെയധികം വിട്ടുനിൽക്കുകയാണ്. എന്നാൽ ഇസ്ലാം മാത്രമാണ് അതുമായി ബന്ധപ്പെടുന്ന അധികം ആളുകളും താൻ വിശ്വസിക്കുന്ന മതത്തെ വെളിപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന അധികം ആളുകളും സ്വയം മുസ്ലിം എന്ന് തുറന്ന് സമ്മതിക്കുന്നവരാണ്. അവർ മതത്തോട് സ്വയം ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ യഥാർത്ഥ ആക്രമണം ഇസ്ലാമിന് എതിരെയാണ്. ദീനിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി വിവിധ രീതിയിൽ വിവിധ ആശയങ്ങൾ വിവരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളുടെയും യുവാക്കളുടെയും മനസ്സിൽ വിഷമയമാക്കുന്നു. അതിനവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാനമായും യൂറോപ്യൻ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നവരിൽ ഇതിലേക്ക് ശ്രദ്ധിക്കുന്നതിലും താല്പര്യമുണ്ടാക്കുന്നതിനും വേണ്ടി അവർ കഠിനമായി പരിശ്രമിക്കുന്നു. ഇത് നല്ല കാര്യമാണ്. ഇതിലേക്ക് ശ്രദ്ധ ഉണ്ടാവേണ്ടത് തന്നെയാണ്. എന്നാൽ ഇതിനു വേണ്ടി ശരിയായ മാർഗവും അവലംബിക്കേണ്ടതായുണ്ട്. അതിനാൽ യുവാക്കളും യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അവർ വീട്ടുകാരോടും മാതാപിതാക്കളോടും മുതിർന്നവരോടും
മനസ്സിലുദിക്കുന്ന ചോദ്യങ്ങൾ अपने माँ बाप വിവിധങ്ങളായ ഉത്തരങ്ങൾക്കായി और ചോദിക്കാറുണ്ട്, അന്വേഷണം നടത്തിവരുന്നു. और जहनों में पैदा किए गए और पैदा होने എന്നാൽ ഒന്നാമതായി മാതാപിതാക്കൾക്ക് സാമൂഹ്യപരവും ഭൗതികപരവുമായ ബന്ധപ്പാടിനാൽ ഉത്തരം നൽകാൻ സമയം ലഭിക്കാറില്ല, के पास അല്ലെങ്കിൽ मुआशी और അത് സംബന്ധിച്ച് അറിവുണ്ടാകില്ല. जरूरियात और मसरूफियात അതിനാൽ जवाब देने का वक्त नहीं होता, ഉത്തരം നൽകേണ്ടതിനു പകരം ചില അവസരങ്ങളിൽ ആ ചോദ്യം തന്നെ അടിച്ചമർത്തപ്പെടുന്നു. और इस वजह से അതിനാൽ उनके सवालों യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾക്കും उन्हें മനസ്സിലാകുന്നത് മതം ഇസ്ലാം ആയാൽ പോലും जिससे അതിൽ സത്യമാണ് नौजवानी में कदम रखने എന്ന വാദമുണ്ടായിരിക്കും. എല്ലാവിധ പ്രശ്നത്തിനും പരിഹാരവുമുണ്ട്. എന്നാൽ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനപരമായ പരിഹാരം ഉണ്ടാകുകയില്ല, അല്ലെങ്കിൽ അതിന് തക്ക ഉത്തരം ലഭിക്കുന്നതല്ല. लेकिन അതുമല്ലെങ്കിൽ जमाने के लिहाज മുതിർന്നവരുടെ പ്രവൃത്തി अमली हल नहीं है കുട്ടികളെ പഠിപ്പിക്കുന്നത് या जवाब नहीं है, അതിൽ നിന്ന് വ്യതിരിക്തമായ ആയിരിക്കും. या फिर ये भी यूं भी होता है കുട്ടികൾ ഒരു സമയം വരെ कि बड़ों की അറിവിന്റെ കാര്യങ്ങൾ കേൾക്കുകയും നിശബ്ദരായിരിക്കുകയും ചെയ്യും. എന്നാൽ उसमें तो സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ദീനിൽ നിന്ന് വിദൂരപ്പെട്ടു പോകുന്നു. एक वक्त तक तो, അങ്ങനെ മതത്തിൽ നിന്ന് അകറ്റുന്നവരുടെ പിടിയിൽ അമരുന്നു. लेकिन जब आजादी ഈ കാരണം കൊണ്ടാണ് तो ഇസ്ലാമിൽ മനോഹരമായ അധ്യാപനം ഉണ്ടായിട്ടുകൂടി അത് ജീവനുള്ള മതമായിരുന്നിട്ടുകൂടി वालों के कब्जे में चले മുസ്ലിങ്ങളിലും ഇങ്ങനെയുള്ളവരെ കാണുന്നു. के बावजूद അവർ इस्लाम की खूबसूरत तालीम മതത്തെയും ദൈവത്തെയും നിഷേധിക്കുന്നു. അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ऐसे लोग ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. എങ്ങനെ നാം സ്വയം और खुदा के इनकारी ദീനനുസരിച്ച് हम में से പ്രവർത്തിക്കുന്നവരായി മാറും, इस तरह तो जो दिन അതോടൊപ്പം തങ്ങളുടെ സന്താനങ്ങളെയും എങ്ങനെ സംരക്ഷിക്കും, अपने आप को ഇതിൽ യാതൊരു സംശയവുമില്ല. दीन पर ഇസ്ലാം अमल करने वाला ഒരു സമ്പൂർണമായ മതമാണ്. और अपनी नस्लों को भी ഇതിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചിരിക്കുന്നു. ഖുർആൻ പൂർണ്ണവും കുറ്റമറ്റതുമായ ഗ്രന്ഥമാണ്. इस्लाम നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പരിപൂർണ മാതൃക നമ്മുടെ മുന്നിലുണ്ട്. साहिल के हाल बताए हैं, ഈ മാതൃക സഹാബത്തിൽ कामिल किताब ഉന്നതമായ വിപ്ലവം സൃഷ്ടിച്ചിരുന്നു. हजरत सल्लल्लाहु अलैहि वसल्लम അവർ മതത്തെയും മനസ്സിലാക്കി, उसवा हमारे ധാർമ്മിക ഗുണത്തെയും തിരിച്ചറിഞ്ഞു. കൂടാതെ और इस उसवे ने ഭൗതിക പുരോഗതിയും കരസ്ഥമാക്കി. എന്നാൽ എല്ലാ വസ്തുവിനെയും भी അതായത് സ്ഥലങ്ങളിൽ നിലനിർത്തേണ്ട കഴിവും അവർക്ക് ലഭിച്ചിരുന്നു. മതത്തിനെ എവിടെ നിർത്തണം, ധാർമ്മിക ഗുണത്തിന്റെ സ്ഥാനമെന്ത്, ഭൗതിക പുരോഗതി എന്താണ്. അതിനാൽ നമ്മുടെ യുവാക്കൾ, യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾ, അതിൽ പ്രധാനമായും മുതിർന്നവർ ഓർത്തിരിക്കേണ്ടതാണ്. कि मजहब का കാരണം പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ട ചുമതല മുതിർന്നവർക്കാണുള്ളത്. बस हमारे അതിനാൽ നാം ധാർമ്മിക ഗുണത്തെ कदम रखने वाले बच्चों ശരിയാക്കുകയും बल्कि खासतौर पर बड़ों को ഭൗതിക പുരോഗതി, മതത്തിന്റെ ബന്ധം എന്നിവ മനസ്സിലാക്കുന്നതിനായി ശ്രമിക്കേണ്ടതാണ്. बड़ों की പിന്നീട് നമ്മുടെ ജീവിതത്തിൽ അവ പ്രാവർത്തികമാക്കുക. आग की दुरुस्ती മുതിർന്നവർ ഈ വിഷയം മനസ്സിലാക്കുമ്പോൾ പുതുതലമുറയെ അവർ രക്ഷിക്കുന്നതാണ്. करने की कोशिश करें, യുവാക്കൾ ഈ വിഷയം മനസ്സിലാക്കുമ്പോൾ लोगों को इसके मुताबिक ढालें। ദീനിന്റെയും ദുനിയാവിന്റെയും പുരോഗതിയായുള്ള വാതിൽ അവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നതാണ്. അങ്ങനെ അവർ മനസ്സിലാക്കുന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം എത്ര മനോഹരമായ അധ്യാപനമാണ്. नौजवान ഇതിന് എതിരായി പറയുന്നവർ തികച്ചും കള്ളമാണ് പറയുന്നത്. दीनी और दुनियावी ഈ പ്രശ്നം ഈ സമയത്ത് വളരെ ശക്തമായി और उनको पता लगेगा നിരീശ്വരവാദികളിൽ നിന്നും മതവിരുദ്ധ പ്രവർത്തകരിൽ നിന്നും ഉയർന്നു വരികയാണ്. ഇത് പുതിയ സംഭവമല്ല. മുമ്പും സമയാസമയങ്ങളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. जो आज ज्यादा शिद्दत से लामज़ മതത്തിന്റെ മേൽ ആക്ഷേപം ഉന്നയിക്കുന്നവർ എപ്പോഴും ഈ കാര്യങ്ങൾ, ഇതുപോലുള്ള മറ്റു കാര്യങ്ങളും മതത്തിനെതിരിൽ സ്ഥാപിക്കുന്നതിനായി ഉയർത്തിപ്പിടിക്കുന്നു. കാരണം മതത്തെ അവർ इस तरह के सवाल उठते रहे हैं। हमेशा से मजहब पर एतराज ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. और इसी तरह की दूसरी കൂടാതെ बातों को നാമമാത്ര മതപണ്ഡിതന്മാർ एतराज, സ്വയംകൃതമായ പരിഹാരം ഉണ്ടാക്കിയും क्योंकि मजहब को നേരായ മാർഗത്തിലൂടെ कभी भी
മതത്തെ മനസ്സിലാക്കാതെയും में समझने की कोशिश नहीं की और नाम नेहाद വിദ്യാസമ്പന്നരായ സമൂഹത്തെ കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്ക് തള്ളിവിടുന്നു. गलत हल ഈ കാലഘട്ടത്തിലും या അള്ളാഹു നമ്മിൽ കരുണ ചൊരിഞ്ഞിരിക്കുന്നു. ഈ ആശയക്കുഴപ്പങ്ങളെ ദൂരീകരിക്കുന്നതിനായി ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ അയച്ചു. तबके को मजीद അദ്ദേഹം ഇതിനെ മനസ്സിലാക്കുവാനുള്ള കഴിവും നമ്മിൽ ഉണ്ടാക്കിയെടുത്തു. अल्लाह ताला ने हम पर ये एहसान किए ഈ കുഴപ്പങ്ങൾ മനസ്സിലാക്കുകയും അതിന് പരിഹാരം കണ്ടെത്തലും दूर करने के लिए നമുക്ക് എളുപ്പമായിരിക്കുന്നു. मसीह मौद अलैहिस्सलाम को भेजा ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ तो समझने का ഇതിന്റെ വെളിച്ചത്തിൽ ഖുതുബ നൽകിയുണ്ടായി. ഇതിനെ വിശദീകരിച്ചുകൊണ്ട്, ये मसाइल समझने അതായത് ധാർമ്മിക ഗുണത്തിന്റെ കൃത്യത, ने ഭൗതിക പുരോഗതി, മതത്തിന്റെ ബന്ധം എന്താണ്, ഇസ്ലാം हज़रत मुस्लिम ഇതിനെ എപ്രകാരമാണ് വീക്ഷിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം की रोशनी में एक खुतबा दिया തന്റെ और उसमें बयान പ്രവൃത്തിയിലൂടെ എപ്രകാരമാണ് मादी तरक्की നമുക്ക് മനസ്സിലാക്കി തന്നത്, और इस्लाम इसको किस तरह देखता है। ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്, हज़रत सल्लल्लाहु अलैहि वसल्लम ने किस तरह अपने अमल से ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം ഖുതുബയിൽ ഇതിനെ സംബന്ധിച്ച് ये नमूने से हमें വിവരിച്ചു. ചുരുങ്ങിയ നിലയിൽ ഇതിലേക്ക് വെളിച്ചം വീശുകയുണ്ടായി. അതിൽ നിന്ന് പ്രയോജനം എടുത്തുകൊണ്ട് कि इसकी ഇന്ന് ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. तो जैसा कि मैंने कहा നാം ലോകത്തോട് പറയുന്നു, इस बारे में തീർച്ചയായും ഇത് സത്യവുമാണ്, रोशनी डाली थी। ഇസ്ലാം उससे इस्तिफादा करते हुए അള്ളാഹു മനുഷ്യ പ്രകൃതത്തെ മുൻനിർത്തി ഉണ്ടാക്കിയ उनको മതമാണ്. അങ്ങനെയാണ് ദൈവം ഇത് അവതരിപ്പിച്ചത്. हम दुनिया को ये कहते हैं और यकीन सच है, ഈ കാര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് एक ऐसा मजहब है ഇസ്ലാം जो अल्लाह ताला ने പ്രകൃതിദത്തമായ മതമാണ്. इंसानी फितरत को मदद ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മതവും ധാർമ്മികതയും फरमाया। മനുഷ്യന്റെ ശാരീരികമായി इस बात को ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും कि इस्लाम പരസ്പരം വേർതിരിക്കാൻ സാധിക്കാത്ത വിധം हज़रत ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. मुस्लिम फरमाते हैं ചിലർക്ക്, അതായത് अखलाक മതത്തിൽ വിശ്വസിക്കുന്നവന്, जरूरियात जो उसके जिस्म के साथ ताल्लुक रखती हैं ധാർമ്മികതയെ മതത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ മതം എന്നെ ലോകത്ത് നിന്ന് മോചനവും മുക്തിയും പ്രദാനം ചെയ്തിരിക്കുന്നുവെന്ന് പറയാനും സാധിക്കുകയില്ല. जो शख्स അതിനാൽ എനിക്ക് യാതൊരു ആവശ്യവുമില്ല എന്ന് പറയാനും സാധിക്കില്ല. എനിക്ക് യാതൊരു ആവശ്യങ്ങളുമില്ല എന്ന് ചിന്തിക്കുന്ന പക്ഷം ना वो ये कह सकता है कि മനുഷ്യ പുരോഗതി, അതായത് दुनिया से ഭൗതികമായ പുരോഗതി, और गनी कर दिया। അതിന്റെ ചക്രം നിലച്ചു പോകുന്നതാണ്. ആയതിനാൽ ഇവ सोचो മതവും ധാർമ്മികതയും ഭൗതിക പുരോഗതിയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. नहीं है, ഈ കാരണത്താൽ ഇവരിൽ ചില വ്യത്യാസങ്ങളുമുണ്ട്. यानी मादी तरक्की का पहिया रुक जाता है മതത്തിൽ വിശ്വാസം വെച്ച് പുലർത്താത്തവർ कि आप ഇതും പറഞ്ഞ് മോചനം നേടുന്നു. सारी चीजें അതായത് ധാർമ്മികതയും मजहब भी ഭൗതിക പുരോഗതിയും മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ लेकिन ഒരു യഥാർത്ഥ മുസ്ലിം इनमें फर्क भी है। പറയുന്നത് मजहब पर यकीन മതത്തിന്റെയും ആവശ്യമുണ്ട്. ये कहकर आजाद होने അത് ദൈവത്തിലേക്ക് എത്താനുള്ള മാർഗമാണ്. अखलाक और मादी ഇത് ചിന്തയിലുള്ള വ്യത്യാസമാണ്. നാം ഈ വസ്തുക്കളെ എപ്രകാരമാണ് വീക്ഷിക്കേണ്ടത്, हकीकी मुसलमान ഇവ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് കൂട്ടിയുറപ്പിക്കേണ്ടത്. कि वो മറ്റു മതങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. दिखाता है। बस ये सोच ഇസ്ലാം മതം മാത്രമാണ് कि हमने इन चीजों को ഇവ തമ്മിലുള്ള ബന്ധത്തെ സ്ഥാപിക്കുന്നത്. और इनका आपस എന്നാൽ മുസ്ലിങ്ങളിലെ അധികം ആളുകളും മതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ मजहब तो मुर्दा हो रहे हैं। തെറ്റായ രീതിയിൽ इस्लाम ही एक ऐसा मजहब है जो इनका आपस का जोड़ साबित करता ധാർമ്മികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുക്കളെയും ഭൗതിക പുരോഗതിക്ക് കാരണമാകുന്ന വസ്തുക്കളെയും है। मजहब की हकीकत को മതവുമായി ना समझते हुए താൽക്കാലിക ബന്ധം रंग में ഉണ്ടാക്കുകയും अखलाकियात से അതിലൂടെ മതത്തിന്റെ സൗന്ദര്യത്തെ പ്രകടമാക്കുന്നതും ताल्लुक रखने वाली चीजों को मजहब से അതിലേക്ക് ആകർഷിക്കുന്നതിനും പകരമായി മതത്തിൽ നിന്ന് വിദൂരപ്പെടുന്നതിനും അവർ കാരണക്കാരായി മാറുന്നു. बजाय मजहब को
നമസ്കാരം, നോമ്പ് എന്നിവയിൽ നിന്ന് മാറി ധാർമ്മികതയും ഭൗതിക ആവശ്യങ്ങൾക്കും, मज़हब से അത് അഞ്ചുമന്റെ രൂപീകരണമാകട്ടെ, സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതാകട്ടെ, ഉലമാക്കൾ പറയുന്നത് रोजे से उतर कर ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത് ഇസ്ലാമിന്റെ ഭാഗമാണ്. ഇതിൽ പങ്കെടുക്കാത്തവർ കാഫിറും മുർത്തദുകളുമാണ്. दुश्मन का क़याम हो या जलसे का, ഇതാണ് നാം ഇസ്ലാമിക ലോകത്ത് കണ്ടുവരുന്നത്. ये अमूमन उलमा ये कहते हैं कि हमारे ഇതിനെ പ്രചരിപ്പിക്കുന്നു. ये इस्लाम का हिस्सा है അങ്ങനെ ഇതെല്ലാം തന്നെ और इसमें शामिल കൈപ്പിടിയിൽ ഒതുക്കുന്നു. പിന്നീട് और मुर्तद है। കാഫറിന്റെയും മുർത്തദിന്റെയും പേരിൽ പരസ്പരം കലഹങ്ങൾ ആരംഭിക്കുന്നു. എല്ലാ ഫിർക്കകൾക്കും ഫത്വകളുണ്ട്. ഈ കാരണത്താൽ വിവിധ തീവ്രവാദ സംഘടനകൾ तो हर एक चीज को अपने घेरे में ले ले, തങ്ങളുടെ ഇസ്ലാമിനെ നടപ്പാക്കുന്നതിനായി फिर काफिर और मुर्तद से बढ़कर जंगें शुरू हो जाती തങ്ങളുടെ മോശപ്പെട്ട സ്വഭാവം हैं। हर फिक्र നാമമാത്രമായ നിയമങ്ങൾ ഉണ്ടാക്കി കൊലയും കൊള്ളിവെപ്പ് നടത്തുന്നു. के मुख्तलिफ സിറിയയിൽ, शिद्दत पसंद गिरोह ഇറാഖിൽ, इस्लाम को नाफिज कर അഫ്ഗാനിസ്ഥാനിൽ, പാകിസ്ഥാനിൽ अपना മതത്തിന്റെ പേരിൽ अखलाक സ്വയംകൃത നിയമങ്ങളിലൂടെ कानून കൊല ചെയ്യുന്നു. कत्लो गालिब करी कर रहे हैं। സിറിയയിലെയും ഇറാഖിലെയും इराक में നാമമാത്രമായ ഇസ്ലാമിക ഭരണകൂടങ്ങൾ ഉണ്ടാക്കി मजहब के नाम पर അവിടെ ഒരു ഫ്രഞ്ച് മാധ്യമപ്രവർത്തകൻ खून അവിടുന്ന് മുക്തനായിക്കൊണ്ട് വരികയുണ്ടായി. മുമ്പ് ഞാൻ പറഞ്ഞതാണ്. शाम की जो അദ്ദേഹം അവിടെ ചില കാര്യങ്ങൾ കാണുകയുണ്ടായി. അവരുടെ പ്രവൃത്തികൾ കണ്ടു, അവരുടെ നിയമങ്ങൾ മനസ്സിലാക്കി. हुकूमत कायम हुई है, वहां से एक അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു. रिहा होकर आया। അദ്ദേഹം ഖുർആൻ വായിച്ചിരിക്കാം, ഹദീസിൽ അറിവുണ്ടായിരിക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ बाद ऐसी चीज അവിടെയുള്ള ചില ആളുകളോട് ചോദിച്ചു, നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തികൾ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ചല്ലല്ലോ. ഇതിൽ നാമമാത്ര ഇസ്ലാമിക ഭരണകൂടത്തിലെ മേധാവികൾ या कुरान അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ ബന്ധമുണ്ടായിരുന്ന ആളുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ നൽകിയ മറുപടി ഇതായിരുന്നു, उसने ഞങ്ങൾക്കറിയാം ഖുർആനിലുള്ളത് എന്താണെന്ന്, पूछा എന്നാൽ ഇത് ഞങ്ങളുടെ നിയമമാണ്, ഇതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ तो उस ഇസ്ലാമിന്റെ അധ്യാപനത്തിന് हुकूमत के വികലത സൃഷ്ടിച്ചിരിക്കുന്നു. या उन अहल യമനിൽ എന്താണ് സംഭവിക്കുന്നത്? था ഇതിന് കാരണം कुरान का ये जवाब തങ്ങളുടെ താൽപര്യങ്ങൾക്ക് कुरान और മതത്തിന്റെ പേര് നൽകി हमारा ये कानून നിഷ്കളങ്കരുടെ മേൽ അക്രമം അഴിച്ചുവിടുന്നു. तो इस तरह बिगाड़ पैदा कर ഒരാൾ ശരിയായിരിക്കാം, മറ്റൊരാൾ തെറ്റിലായിരിക്കാം എന്നത് ശരി തന്നെയാണ്. എന്നാൽ അതിനുള്ള പരിഹാരം ഇതല്ല. യാതൊരു കാരണവും കൂടാതെ നിഷ്കളങ്കരെ കൊല ചെയ്യുക. के फतवों को ഒരുപക്ഷെ നാം നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമാകുന്നതാണ് मासूमों पर हवाई हमले किए जा रहे हैं। ठीक है, एक फरीक भी गलत है, दूसरा അതായത് भी गलत है, लेकिन എല്ലാവരും ये नहीं പണ്ഡിതന്മാരാണ്. ഇത് നാം നോക്കുമ്പോൾ കാണുന്നു. मारा जाए, ഇന്നും बल्कि अगर हम देखें ഇത് നടന്നു വരികയാണ്. तो हमें नजर आता ഇന്ന മൗലവിയുടെ മതം ഇതാണ്, ഇന്ന മൗലവിയുടെ മതം മറ്റൊന്നാണ്. है कि അതോടൊപ്പം പണ്ഡിതന്മാരും മൗലവിമാരും തങ്ങളുടേതായ മതം സൃഷ്ടിച്ചിരിക്കുന്നു. आलिम है, ये भी അങ്ങനെ യഥാർത്ഥ ഇസ്ലാമിൽ इस्लामी तारीख में और आज तक यही हो रहा है। ഇവർ പ്രവർത്തിക്കുന്ന ഇസ്ലാമിൽ मजहब है और फर्क, തമ്മിൽ യാതൊരു ബന്ധവുമില്ല. यानी हर आलिम और मुराद കാരണത്താൽ ഈ പണ്ഡിതന്മാരുടെയും ഫത്വ നൽകുന്നവരുടെയും പിന്നാലെ പോയിക്കൊണ്ട് में മുസ്ലിങ്ങളിൽ നിന്നും की इस्लाम में ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് വിദൂരപ്പെട്ടിരിക്കുന്നു. कर रहे हैं। कोई ആത്മീയതയുടെയും മതത്തിന്റെയും പേരിൽ ആണ് ഇവരെല്ലാം ചെയ്യുന്നത്. और फतवा देने वालों ഇതിന്റെ വിപരീത अक्सरियत ഭീതി की भी इस्लाम से दूर जा पड़ी। മതത്തിൽ നിന്ന് അകന്നവരും യൂറോപ്പിലെ और मजहब के नाम पर പുരോഗമനവാദികളായ ജനങ്ങളും ആത്മീയതയെ ധാർമ്മികതയിൽ നിന്നും വേർപെടുത്തി ഭൗതിക വസ്തുക്കളുടെ ഭാഗമാക്കുന്നതിനായി ശ്രമം നടത്തുന്നു. भी तरक्की याफ्ता വെളിപാടിൽ ഒരുപക്ഷെ ശ്രദ്ധ ചെലുത്തിയാലും അവർ പറയുന്നത് ഇത് മാനസിക ചിന്തയുടെ ഫലമാണ്. करते हैं कि അവർ സൽസ്വഭാവത്തെ നിരീക്ഷിക്കുന്നു. അതിന്റെ വീക്ഷണകോൺ ഇതാണ്, അതായത് अगर इल्हाम पर ധാർമ്മികതയിലൂടെ ഭൗതിക പുരോഗതി മനുഷ്യന് കരസ്ഥമാവുന്നതാണ്. ധാർമ്മിക ഗുണവും ഭൗതിക പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ്. എന്നാൽ മതത്തിൽ ചിന്തിക്കുന്ന പക്ഷം അവർ പറയുന്നത് ഇതാണ്, താഴ്ന്ന വിഭാഗത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ അക്ഷരജ്ഞാനമില്ലാത്തവർ, വിദ്യാഭ്യാസം കുറഞ്ഞവർ, ഇത്തരത്തിലുള്ള ജനങ്ങൾ दुनियावी फायदे के, മതത്തിന്റെ പേരിൽ ഒരു പരിധിവരെ और अगर मजहब पर गौर തിന്മയിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതായത് മതത്തിന്റെ പേരിൽ കുറച്ച് നേട്ടം ഇവർക്ക് ലഭിക്കുന്നു. गैर तालीम याफ्ता അതിന്റെ നിലവാരം എന്നത് ചെറിയ നിലയിൽ ധാർമ്മിക ഗുണങ്ങൾ അവർക്ക് സ്വായത്തമാകുന്നു. से അവർക്ക് മതത്തെ പേടിയാണ്. से बच जाते हैं।
അത് ശരിയായ മതത്തെ മനസ്സിലാക്കുന്ന പക്ഷം. मजहब के नाम पर മുമ്പ് തന്നെ ധാർമ്മിക ഗുണം സ്വായത്തമായവർക്ക് അവർ പറയുന്നത് सुना है कि कुछ हद तक अखलाकी बेहतरी उसमें हो जाती है മുമ്പ് തന്നെ कि मजहब ധാർമ്മിക ഗുണമുള്ളവർക്ക് മതത്തിന്റെ എന്ത് ആവശ്യമാണുള്ളത്. अगर सही मजहब अपनाए, നിരീക്ഷിക്കുന്ന പക്ഷം വെളിപ്പെടുന്നതാണ് जिनमें ഭൗതികതയും उनका ये ധാർമ്മികതയും कि जिनमें पहले മതവും എവിടെ നിന്ന് ഇത് ആരംഭിക്കുന്നത്, എവിടെയാണ് അവസാനിക്കുന്നത് എന്ന് സാധാരണ വ്യക്തിക്ക് മനസ്സിലാക്കാത്ത വിധം ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കുന്നതിനായി നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ मजहब പരിശുദ്ധ ജീവിതത്തെ के आम आदमी को मालूम नहीं होता നിരീക്ഷിക്കേണ്ടതാണ്. कहाँ से एक हाथ शुरू होती है ആ മഹാത്മാവ് और कहाँ ലോകത്തിന് ഭൗതിക പരിഷ്കർത്താവാണ്, ധാർമ്മിക പരിഷ്കർത്താവുമാണ്, കൂടാതെ हजरत ആത്മീയ പരിഷ്കർത്താവും കൂടിയാണ്. हयात तैयबा पर നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ उसको देखते हैं। പരിശുദ്ധ ജീവിതം आप सल्लल्लाहु अलैहि वसल्लम എല്ലാത്തിന്റെയും സംയുക്തമാണ്. दुनिया के ഒരു ഭാഗത്ത് भी हैं അവിടുന്ന് ആജ്ഞ നൽകുമ്പോൾ और रूहानी मसले भी हैं। അദ്വാഉ മുഖുൽ ഇബാദ, आप सल्लल्लाहु अलैहि वसल्लम की हयात तैयबा तमाम की जाम മറുവശത്ത് ആത്മീയതയുടെ നിർമ്മാണത്തിനായി ഊന്നൽ നൽകുന്നു. നമസ്കരിക്കുക, अद्दुआओ मुखुल इबादा പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നല്ല, മറിച്ച് रूहानी ഇതിന്റെ तब्दील के मुतालिक जोर भी देते हैं। കടമ്പുകൾ അകറ്റേണ്ടതായിരിക്കുന്നു. सिर्फ यही नहीं कि नमाज पढ़ ली और ആത്മീയതയെ വളർത്തേണ്ടതായിട്ടുണ്ട്. അള്ളാഹുവിന്റെയും ദാസന്റെയും ഇടയിലുള്ള ദുആയുടെ ബന്ധം भी तय करने रूहानियत को അപ്രകാരമാണ്. മാതാവിനോട് दुआ കുട്ടിയോട് ഉള്ളതുപോലെയാണ്. ദുആയുടെ അർത്ഥം വിളിക്കുന്ന, और बंदे के दरमियान വിളിക്കുന്ന വ്യക്തി വിളിക്കപ്പെടുന്ന का ताल्लुक होता है। വ്യക്തി തന്നെ രക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് വിളിക്കാറ്. पुकारने के हैं മറ്റേയാളെ വിളിക്കുക തന്റെ ശത്രുവിനെ ഒരിക്കലും സഹായത്തിനായി വിളിക്കുകയില്ല. നാം ദുആ ചെയ്യുമ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും मदद करेगा। ഏതു രീതിയിലാണ് कोई अपने दुश्मन को ഇത് അവലംബിക്കേണ്ടത്? ദുആയിൽ ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹുവിന്റെ കാഴ്ചപ്പാടിൽ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കേണ്ട നിർബന്ധമാണ്. അതായത്, ഒന്ന്, എന്റെ ആവശ്യം इसको हमें देखना चाहिए। സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന ദൃഢവിശ്വാസം ഹൃദയത്തിലുണ്ടായിരിക്കണം. हमें രണ്ടാമതായി, मुस्लिमों के नजदीक വിളിക്കപ്പെടുന്ന വ്യക്തിയുടെ പക്കൽ എന്നെ രക്ഷിക്കുവാനുള്ള കഴിവ് ഉണ്ടെന്ന ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. दिल में ये മൂന്നാമതായി, പ്രകൃതിദത്തമായ ബന്ധമുണ്ടായിരിക്കണം. कबूल की മനുഷ്യനെ മറ്റ് എല്ലാവിധ ബന്ധങ്ങളിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് रखे അവനിലേക്ക് കൊണ്ടുപോകുന്നു, कि जिसको അതായത് അള്ളാഹുലേക്ക് തിരിക്കുന്നു. उसमें मदद। ഏത് രീതിയിലുള്ള സ്നേഹമാണ് तीसरे एक फितर ആ സ്നേഹത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആദ്യത്തെ രണ്ടും യുക്തിപരമായ കാര്യമാണ്. കാരണം ദൃഢവിശ്വാസമില്ലെങ്കിൽ उसी की तरफ ഞാൻ വിളിക്കുന്ന വ്യക്തി കേൾക്കുന്നതാണ്, या जिससे मोहब्बत हो उसकी तरफ അങ്ങനെ ഞാൻ വിളിക്കുന്ന വ്യക്തിയിൽ നിന്ന് സഹായത്തിനുള്ള ശക്തിയുണ്ട് എന്ന ആത്മവിശ്വാസമില്ലെങ്കിൽ പിന്നെ അങ്ങനെ വിളിക്കുന്നത് തന്നെ വിഡ്ഢിത്തരമാണ്. कि जो पुकार मैं कर रहा हूँ ദുആ നിരർഥകമായ ഒരു പ്രവൃത്തിയായി മാറുന്നതാണ്. और ये एतमाद മൂന്നാമതായി, പ്രകൃതിദത്തമായ ബന്ധമാണ്, പ്രകൃതിദത്തമായ സ്നേഹമാണ്. उसमें मदद ബാക്കി മറ്റ് എല്ലാ വസ്തുക്കളിൽ നിന്നും बेवकूफी है कि उसे मदद के लिए पुकार। കണ്ണിനെ മാറ്റിക്കൊണ്ട് തന്റെ സ്നേഹിതനിലേക്ക് മാത്രമായി അത് ആനയിക്കുന്നു. तीसरी बात ഇതിനായി മുമ്പും ഉദാഹരണമായി നൽകിയതുപോലെ की मोहब्बत है മാതാവിന്റെയും കുട്ടിയുടെയും ഉദാഹരണമാണ്. की तरफ से കുട്ടിക്ക് മാതാവുമായുള്ള ബന്ധം പ്രകൃതിദത്തമാണ്. മാതാവ് കുട്ടിയെ രക്ഷിക്കുമോ ഇല്ലയോ എന്ന് നോക്കാതെ കുട്ടി അവരെയായിരിക്കും ആദ്യം വിളിക്കുക. ഏതുവരെ എന്നാൽ की मिसाल है जैसे पहले भी കടലിൽ മുങ്ങിത്താഴുന്ന ഒരു കുട്ടി बच्चे का എന്റെ മാതാവിന് നീന്താൻ അറിയില്ല എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കെ എന്നിട്ടും മാതാവ് അരികിലുണ്ടെങ്കിൽ കുട്ടി മാതാവിനെയായിരിക്കും സഹായത്തിനായി വിളിക്കുക, वो उसे ही पुकारता है। മറ്റാരെയും സഹായത്തിനായി വിളിക്കുകയില്ല. एक समुंदर में ഇത് ഒരു वैകാരികമായ ബന്ധമാണ്. जिसे इल्म हो ഇത് സംബന്ധമായി कि मेरी माँ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയുണ്ടായി, फिर भी अगर माँ उससे അദ്ദുആഉ മുഖുൽ ഇബാദ, कोई मदद के लिए पुकारेगा किसी दूसरे को आवाज അതായത് ദുആ ഇല്ലാതെ ഒരു മനുഷ്യന്റെ വിശ്വാസം പരിപൂർണത കൈവരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ദാസന്റെയും सल्लल्लाहु अलैहि वसल्लम അള്ളാഹുവിന്റെയും ഇടയിലുള്ള ബന്ധത്തെ मुखुल इबादत മാതാവിനും കുട്ടിക്കും തമ്മിലുള്ള ബന്ധത്തോട് ഉപമിച്ചിരിക്കുന്നു. के इंसान के കണ്ണടച്ചുകൊണ്ട് कामिल नहीं किया। അവനിലേക്ക് പായുക, बस हजरत सल्लल्लाहु अलैहि वसल्लम അവനിലേക്ക് അടുക്കുക. दे പിന്നെ മറ്റൊരു കാര്യം ധാർമ്മികതയാണ്. दरमियान ताल्लुक को ഇതിൽ നാം കാണുന്നു बच्चे और माँ का ताल्लुक रहा നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതം कि आंख बंद करके വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും വ്യക്തമാക്കി
അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന വ്യക്തിക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹായമില്ലാതെ അവ കാണാൻ സാധിക്കില്ല. ഉദാഹരണമായി സൽപെരുമാറ്റം, സ്നേഹപ്രകടനം, വീടിന്റെ അന്തരീക്ഷം സന്തോഷപൂരിതമാക്കുന്നതിനായി ശ്രമിക്കുക. ഇത് വളരെ നിർബന്ധമാണ്. ഇത് അടിസ്ഥാന സ്വഭാവശുദ്ധികളിൽപ്പെട്ടതാണ്. വീട്ടുകാര്യങ്ങളെ അവിടുന്ന് എത്രമാത്രം സൂക്ഷ്മമായി ശ്രദ്ധിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാകുന്നു. അവിടുന്ന് സംബന്ധിച്ച് പറയപ്പെടുന്നു, എപ്പോഴെങ്കിലും തന്റെ ഭാര്യ വെള്ളം കുടിക്കുകയാണെങ്കിൽ അവിടത്തേക്കും വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഭാര്യ കുടിച്ച അതേ വശത്തു നിന്ന് കൂടി തന്നെ അവിടുന്ന് കുടിച്ചിരുന്നു. ഇത് വളരെ നിസ്സാരമായ കാര്യമാണ്. എന്നാൽ എത്രമാത്രം സൂക്ഷ്മമായ വസ്തുതയാണ്. മാനുഷിക സ്നേഹം വലിയ വലിയ കാര്യങ്ങളിൽ നിന്നല്ല, മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് വ്യക്തമാകുന്നത്. ഇത് മാത്രമല്ല, അവിടുത്തെ ചരിത്രം നാം നോക്കുകയാണെങ്കിൽ ധാർമ്മികതയുടെ വലിയ വലിയ കാര്യങ്ങൾക്കായും അവിടുന്ന് നൽകിയ അധ്യാപനങ്ങൾ, നിലനാട്ടിയ മാതൃക, ഇവ വ്യക്തമാക്കുന്നത് അവിടുന്ന് തന്റെ മുഴുവൻ ആയുസ്സും ഈ ധാർമ്മിക വിഷയങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിനായി ചെലവഴിച്ചു എന്നാണ്. മനുഷ്യകുലത്തിന്റെ പരസ്പര ബന്ധം, ബന്ധുക്കളുമായുള്ള സമ്പർക്കം, മനുഷ്യന്റെ വ്യക്തിപരമായ സ്വഭാവ ഗുണങ്ങളുടെ വിശദീകരണങ്ങൾ, കള്ളം, വഞ്ചന, ദുശങ്കയിൽ നിന്ന് മോചനം, ഇവയിലെല്ലാം അവിടുത്തെ അധ്യാപനവും മാതൃകയും പരിപൂർണവും കുറ്റമറ്റതുമായിരുന്നു. ഒരു മനുഷ്യന് രണ്ടാമത് ജനിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കായി പ്രകടിപ്പിച്ച ഈ വിധത്തിലുള്ള മാതൃക കാണിക്കാൻ സാധിക്കുകയില്ല. പിന്നീട് മൂന്നാമത്തെ കാര്യം ഭൗതികതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനം ഇത് സംബന്ധമായി എന്താണെന്ന് നാം നോക്കുകയാണെങ്കിൽ അതിലും നമുക്ക് മാർഗദർശനം നൽകുന്നു. ഉദാഹരണമായി ഒരു പട്ടണവാസിക്ക് വഴികൾ വിശാലമുള്ളതാക്കിയിരിക്കണം, വെള്ളത്തിനും വൃത്തിക്കും സംവിധാനം ഉണ്ടായിരിക്കേണ്ടതാണ്. പട്ടണം നിർമ്മിക്കുന്നതിന് വേണ്ടി പുതിയ പുതിയ സ്ഥലവാസികളെ ഒരുമിച്ച് കൂട്ടുന്നു. ഇതിലേക്ക് വലിയ വലിയ എഞ്ചിനീയർമാരും ചിന്തിക്കുന്നവരും ചിന്തിക്കുന്നു. ഈ കാര്യത്തിലേക്കും അവിടുന്ന് ശ്രദ്ധ ചെലുത്തി. വഴിയെ ശുദ്ധീകരിക്കുന്നതിനെ സംബന്ധിച്ച് അവിടുന്ന് ശ്രദ്ധ നൽകിയുണ്ടായി. കെട്ടിടങ്ങളെ തുറന്നതും വായുസഞ്ചാരമുള്ളതാകുന്ന കാര്യത്തിലേക്കും അവിടുന്ന് നിർദ്ദേശിച്ചു. എല്ലാ ശാരീരിക കാര്യങ്ങളിലേക്കും ഭൗതിക കാര്യങ്ങളിലേക്കും അവിടുന്ന് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ചു. അത് ഭരണകാര്യമായാലും സംസ്കാരമായാലും കച്ചവടമായാലും പദവിയായാലും എല്ലാ വസ്തുക്കളും അതാത് അവസരങ്ങളിൽ അവിടുന്ന് വിവരിച്ചു തന്നു. അതിന്റെ വിശദീകരണം അവിടുത്തെ ജീവിത ചരിത്ര ഭാഗത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഈ കാലഘട്ടത്തിലെ മതനേതാക്കന്മാരെ പോലെ എല്ലാ വസ്തുക്കളെയും അവിടുന്ന് മതത്തിന്റെ ഭാഗമായി നിർവചിച്ചില്ല. ഉദാഹരണമായി ഒരു സംഭവം വിവരിക്കുന്നു. കുറച്ച് കൃഷിക്കാർ അവർ തങ്ങളുടെ ഈന്തപ്പന തോട്ടത്തിൽ ഇണകളാക്കി ആൺപെൺ വർഗങ്ങളെ ഇടകലർത്തിയിരുന്നു. അതായത് പരാഗണം നടത്തുന്നതിനായി കേസരത്തെ പെൺപൂക്കളിൽ വിന്യസിച്ചു. അവിടുന്ന് അതിലെ വന്നു. അവിടുന്ന് പറഞ്ഞു, ഈ വിധം ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? സ്വയം വായുവിലൂടെ ഇവയുടെ പരാഗണം സാധ്യമാകുന്നതാണ്. അങ്ങനെ ജനങ്ങൾ ചെയ്യുന്നത് ആ പ്രവൃത്തി ഉപേക്ഷിച്ചു. ആ വർഷം അവർ അത് ചെയ്തില്ല. എന്നാൽ ഫലങ്ങൾ വളരെ കുറവായിരുന്നു അന്ന് ലഭിച്ചത്. അവിടുന്ന് കാര്യം അന്വേഷിച്ചു. ജനങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അവിടുന്നല്ലേ കാര്യത്തെ നിരോധിച്ചത്? തിരുമേനി പറഞ്ഞു, ഞാൻ ആജ്ഞയല്ല നൽകിയത്. ഈ ഭൗതിക കാര്യങ്ങളെ എന്നേക്കാൾ നിങ്ങളാണ് നല്ലവണ്ണം മനസ്സിലാക്കുന്നത്. ഹദ്റത്ത് മുസ്ലിം റളിയല്ലാഹു പറയുന്നു, ഇവിടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഭൗതിക കാര്യത്തെ മതത്തിൽ നിന്ന് മുക്തമാക്കിയിരിക്കുന്നു. ആ പറഞ്ഞ വാക്കുകളും അള്ളാഹുവിന്റെ ദൂതരുടെ വാക്കുകൾ തന്നെയാണ്.
അതായത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞ വാക്കുകൾ. ആ നാവ് തന്നെയാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മളോട് പറഞ്ഞിരുന്നത്. ഈ കാരണങ്ങൾ ഉണ്ടായിട്ട് കൂടി അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളാണ് അവിടുന്ന് ഭൗതികതയായിട്ടാണ് വിവരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ ഇത് സംബന്ധമായി നല്ല നിലയിൽ അറിയുന്നവരാണ്. എന്നാൽ ഈ കാലഘട്ടത്തിലെ മൗലവിമാർ അവരുടെ വായിൽ നിന്ന് വരുന്ന കഴമ്പില്ലാത്ത വാക്കുകൾ അതിനെ അംഗീകരിക്കാത്ത മൂലം ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നും കാഫിറും മുർത്തദുമാണെന്നും അവർ വരുത്തി തീർക്കുന്നു. മറുവശത്ത് യൂറോപ്പിലെ വിദ്യാസമ്പന്നരും പുരോഗമന ചിന്തകന്മാരും അവരുടെ വീക്ഷണത്തിൽ മതത്തിൽ വിശ്വസിക്കേണ്ടതും യാതൊരു ആവശ്യമില്ല. അതുപോലെ മതപരമായ അധ്യാപനങ്ങൾക്ക് യാതൊരു മാന്യതയുമില്ല. ധാർമ്മിക പ്രശ്നങ്ങളെ വിലമതിക്കുന്നുമില്ല. അവർ എല്ലാ വസ്തുക്കളെയും ഭൗതിക വസ്തുക്കളായി പരിഗണിക്കുന്നു. ഏതുവരെയെന്നാൽ ഹദ്റത്ത് മുസ്ലിം മൗദ് എഴുതുന്നു, അക്കാലഘട്ടത്തിലെ തത്വചിന്തകന്മാർ പറയുന്നത് ചോദ്യം ഇതല്ല, ദൈവം ലോകത്തെ എങ്ങനെ സൃഷ്ടിച്ചു എന്നല്ല, മറിച്ച് മനുഷ്യൻ ദൈവത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചു എന്നതാണ്. നൗദുബില്ല. അവിടെ മുന്നിൽ ദൈവം ഉണ്ടായത് മനുഷ്യ പരിണാമത്തിന്റെ ഫലമായാണ്. ഇനി ദൈവാസ്തിക്യം യഥാർത്ഥമാണെങ്കിൽ തന്നെയും അത് ചിന്താതലത്തിലെ ഏറ്റവും ഉന്നതമായ ശ്രേണിയാണ്, അതല്ലാതെ മറ്റൊന്നും തന്നെയല്ല. അവിടെ കാഴ്ചപ്പാടിൽ മനുഷ്യൻ ഉന്നത മാതൃക അന്വേഷിക്കാൻ തുടങ്ങി. അവർ മനുഷ്യരിൽ അതൊന്നും കണ്ടില്ല. ഉന്നത മാതൃക ലഭിക്കാത്ത കാരണത്താൽ അവർ മനുഷ്യനെ വിട്ട് പുറത്തേക്ക് പോയി സാങ്കല്പിക രൂപം സൃഷ്ടിച്ചു, ചിന്താമണ്ഡലത്തിൽ രൂപമുണ്ടാക്കി. ആദ്യ ശ്രമം ആരംഭത്തിൽ ഇത്തരത്തിലുള്ള രൂപമുണ്ടാക്കുന്നതിൽ പരാജിതമായിരുന്നു. പിന്നീട് അതിൽ വീണ്ടും വീണ്ടും ചിന്തിച്ച് അതിൽ പുരോഗതി കൈവന്നു. ഏതുവരെ ഒരു പരിപൂർണ രൂപം നൽകുകയും അതിന്റെ പേരാണ് ദൈവം. ആ സമയത്തെ ഫിലോസഫർമാരുടെ വീക്ഷണമാണിത്. ഇന്നും ചിലർ ഇക്കാര്യം പറയുന്നു. ഇതാണ് ദൈവിക സങ്കല്പം. ഹദ്റത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഇவ்விதം അവർ ദൈവത്തെയും ഭൗതിക വസ്തുവായി ഗണിച്ചിരിക്കുന്നു. അക്കാലഘട്ടത്തിലെ ഫിലോസഫർ സ്വയംകൃത ദൈവമുണ്ടാക്കി. അതിലും ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ദൈവവിശ്വാസം വെച്ചു പുലർത്തുന്നു. എന്നാൽ പിന്നീട് വന്ന ഫിലോസഫർ അല്ലെങ്കിൽ പുരോഗമന ചിന്തകന്മാർ ഇത്തരത്തിലുള്ള സാങ്കല്പിക ദൈവത്തെ രൂപീകരിച്ച കാരണത്താൽ പതുക്കെ പതുക്കെ മതത്തിൽ നിന്ന് അടർന്നുപോയി. ഇന്ന് ഈ ചിന്ത കാരണത്താൽ ദൈവം സ്വയം കൃത വസ്തുവാണ് എന്ന ചിന്തയിൽ ഇപ്പോഴുള്ള ഫിലോസഫർമാർ നിരീക്ഷണത്തിലേക്ക് കുടിയേറി പാർത്തു. വിദ്യാഭ്യാസത്തിന്റെയും സ്വതന്ത്ര ചിന്താഗതിയുടെ പേരിൽ യൂറോപ്പിൽ വസിക്കുന്ന അധികം ആളുകളും ദൈവ അസ്തിത്വത്തിന്റെ നിഷേധികളായി മാറിയിരിക്കുന്നു. വെറും ധാർമ്മികതയെയും ഭൗതിക പുരോഗതിയെയും എല്ലാമായി അവർ കരുതുന്നു. ഈ നിരീശ്വരവാദികളുടെ ചിന്താഗതികൾ ഇക്കാലഘട്ടത്തിലെ മൗലവിമാർ പ്രോത്സാഹനവും നൽകി വരുന്നു. തങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ചിന്താഗതികളെയും മതത്തിന്റെ ഭാഗമായി കണക്കാക്കി വികൃതമായ ജഹാലത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇക്കാരണത്താൽ നാം കാണുന്നു, ഇക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരും തെറ്റിലാണ്. മതത്തെ സ്വയംകൃതമാണെന്ന് മനസ്സിലാക്കുന്നവരും അതിനെ നിരാകരിക്കുന്നവരും തെറ്റിൽ തന്നെയാണ്. എന്നാൽ നാം അഹമ്മദികൾ ഭാഗ്യവാന്മാരാണ്. നമ്മെ മസീഹ് അലൈഹി സ്വലാം ഈ വസ്തുക്കളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് മാർഗദർശനം നൽകി. യഥാർത്ഥ വസ്തുത മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലേക്ക് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാഥാർത്ഥ്യത്തെ വിവരിച്ചു. എല്ലാ കാര്യത്തിലും പരിമിതിയും അതിന്റെ കടമയും നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥ മതം. അവിടുന്ന് പറഞ്ഞു, ആരാധന നിർബന്ധം തന്നെയാണ്.
हकीकत बयान फरमाई ആരാധന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നു, സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമാണ്. എന്നാൽ നഫ്സിക അലൈക ഹക്ക, സൗജുക അലൈക ഹക്ക, വജാരിയക അലൈക ഹക്ക. നിന്റെ ശരീരത്തിന് നിന്റെ മേൽ അവകാശമുണ്ട്, നിന്റെ ഭാര്യയ്ക്ക് നിന്റെ മേൽ അവകാശമുണ്ട്, നിന്റെ അയൽവാസിക്കും നിന്റെ മേൽ അവകാശമുണ്ട്. അതിനെ പരിപൂർത്തീകരിക്കുന്നതിനായി നമുക്ക് 3 വിധത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായി ദുആയാണ്, അതായത് അള്ളാഹുവിന്റെ മുന്നിൽ കുമ്പിടുക, ആരാധന. രണ്ടാമത് നഫ്സിനെ കീഴ്പ്പെടുത്തുക, വികാരത്തെ അടക്കം ചെയ്യുക, മാനുഷിക വികാരങ്ങളെ വീക്ഷിക്കുക, മാനിക്കുക. മൂന്നാമതായി തങ്ങളുടെ ജോലിയിലും തൊഴിലിലും ആത്മാർത്ഥത കാണിക്കുക, ഭൗതികവും ശാസ്ത്രപരവുമായ അറിവ് കരസ്ഥമാക്കേണ്ടതും നിർബന്ധമാണ്. നാം ചിന്തിക്കുന്ന പക്ഷം നഫ്സിന്റെ അവകാശത്തിനായി ദുആയും അള്ളാഹുമായുള്ള ബന്ധവുമാണ് നിർബന്ധം. വികാരത്തെ കീഴ്പ്പെടുത്തണം, ഇതും നിർബന്ധമാണ്. ചില അവസരങ്ങളിൽ വികാരം പരിധി ലംഘിച്ച് തന്റെ നഫ്സിന്റെ അവകാശത്തെ പോലും നഷ്ടപ്പെടുത്തി കളയുന്നതാണ്, അല്ലെങ്കിൽ അക്രമം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്നു. അറിവിൽ അഭിവൃദ്ധി നേടിക്കൊണ്ട്, ജോലിയിൽ സത്യസന്ധത പ്രദർശിപ്പിച്ചുകൊണ്ടും ജീവിതത്തിൽ ആത്മീയ, ഭൗതിക, സാമ്പത്തിക അവസ്ഥയെ നാം പരിരക്ഷിക്കുന്നതായിരിക്കും. അതുപോലെ വീട്ടുകാരുടെ അവകാശം നിറവേറ്റുന്നതായിരിക്കും. ദുആ വികാരത്തെ നിയന്ത്രിക്കുന്നു. ഭൗതികമായ നിർബന്ധ കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതും ഇവയും നിർബന്ധമാണ്. അതുപോലെ അയൽവാസികൾക്കും നിങ്ങളുടെ മേൽ അവകാശമുണ്ടെന്ന് പറയപ്പെട്ടിരിക്കുന്നു. അതായത് സമൂഹത്തിന്റെ അവകാശവും നിറവേറ്റേണ്ടതുണ്ട്. നാം അതിനുവേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്യുമ്പോഴാണ് അതിന്റെ കടമ നിറവേറ്റപ്പെടുന്നത്. അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുക, അതനുസരിച്ച് ദീനിന്റെ സന്ദേശം എത്തിക്കുന്ന വിധത്തിൽ എത്തിക്കുക, ഇതും അവരുടെ അവകാശമാണ്. അതിനെ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. പിന്നീട് തങ്ങളുടെ അറിവിൽ പുരോഗതി, ജോലിയിൽ അധ്വാനത്തിലൂടെ പൂർണ്ണനിലയിൽ രാജ്യത്തിന് പുരോഗതിയുടെ ഭാഗമായി നാം മാറേണ്ടതാണ്. ഇതും അയൽവാസിയോടുള്ള കടമയിലും മുസ്ലിങ്ങളോടുള്ള കടമയിലും ഉൾപ്പെട്ടതാണ്. സമൂഹത്തിൽ ഈ ചിന്തയോടുകൂടി ഓരോരുത്തരും ശ്രമിക്കുന്ന പക്ഷം സമൂഹം ആത്മീയവും ധാർമ്മികവും ഭൗതികവുമായ എല്ലാവിധ പുരോഗതിക്കും ഉന്നത മാതൃകയായി മാറുന്നതാണ്. മുസ്ലിങ്ങളുടെ വികലമായ കർമ്മങ്ങൾക്ക് കാരണം ഇതാണ്. അവർ അള്ളാഹുവിന്റെ ദീനിനെ മുന്തിച്ചു, എന്നാൽ ഞാൻ വിവരിച്ച ഈ കാര്യങ്ങളെ പരിഗണിച്ചില്ല. തങ്ങളുടെ ശാരീരിക വികാരത്തിന് മതമെന്ന് പേര് നൽകിയിരിക്കുന്നു. അള്ളാഹു അവതരിപ്പിച്ച മതത്തിനല്ല അവർ മുൻഗണന നൽകിയിരിക്കുന്നത്, മറിച്ച് ഇതിനെ മുന്തിച്ചിരുന്നുവെങ്കിൽ ബാക്കി കാര്യങ്ങളും അവർ പരിഗണിക്കുന്നതായിരിക്കും. തങ്ങളുടെ വൈകാരിക ആവേശത്തിന് മതം എന്ന് പേര് നൽകി അതിലവർ പ്രവർത്തിക്കുന്നു. അതിന്റെ ഫലം ഇതാണ്: ഇസ്ലാമിന്റെ ഗുണം അന്യർക്ക് വിവരിച്ചു കൊടുക്കുന്നതിന് പകരം സ്വയം കൃതവും വികാരത്തിന് അടിമപ്പെട്ടമായ ഈ മതത്തെ പിൻപറ്റിക്കൊണ്ട് മുസ്ലിങ്ങൾ പരസ്പരം കഴുത്ത് മുറിക്കുകയാണ്. ഇവർക്ക് ദീനം ലഭിച്ചില്ല, ഭൗതികതയും ലഭിച്ചില്ല. ഭൗതികരുടെ മുന്നിൽ എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടി കൈനീട്ടുന്ന അവസ്ഥ വരെ എത്തിയിരിക്കുന്നു. ഈ വസ്തുതയാണ് ഇന്ന് നാം മുസ്ലിം രാജ്യങ്ങൾ കണ്ടുവരുന്നത്. പാശ്ചാത്യ സമൂഹം ദീനിനെ ദുനിയാവിന്റെ അടിമയാക്കിയിരിക്കുന്നു. അവരുടെ വീക്ഷണത്തിൽ ദീൻ ഒന്നും തന്നെയല്ല, മറിച്ച് ദുനിയാവാണ് എല്ലാം. എന്നാൽ അവർ ദുനിയാവിനെ കീഴടക്കിയിരിക്കുന്നു. ഇവർക്ക് മാർഗഭ്രംശം സംഭവിച്ചിരിക്കുന്നു. എന്നാൽ എന്താണ് ഇവർ മനസ്സിലാക്കിയിരുന്ന ലക്ഷ്യം, അത് അവർ നേടിയെടുത്തിരിക്കുന്നു. അത് തെറ്റായ രീതിയിലാണെങ്കിലും ശരി. എന്നാൽ മുസ്ലിങ്ങൾക്ക് ദീനും ലഭിച്ചില്ല, ദുനിയാവും ലഭിച്ചില്ല. ഏതായാലും ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നവീകരണത്തിനായി ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ അയച്ചിരിക്കുന്നു. അള്ളാഹു ഈ സാഹചര്യങ്ങളിലാണ് തന്റെ പ്രതിനിധികളെ അയക്കാറുള്ളത്.
അവർ ശരിയായ മാർഗദർശനം നൽകിക്കൊണ്ട് മതത്തെ മതത്തിന്റെ സ്ഥാനത്തും ധാർമ്മികതയെ അതിന്റെ സ്ഥാനത്തും ഭൗതിക ലോകത്തെ അതിന്റെ സ്ഥാനത്തും വെക്കുന്നു. പ്രത്യക്ഷത്തിൽ അവർ ആത്മീയ സന്ദേശമാണ് കൊണ്ടുവരുന്നതെങ്കിലും ഈ മൂന്ന് വിഷയങ്ങളും തമ്മിൽ അഗാധമായ ബന്ധമുണ്ട്. ആത്മീയതയിൽ കുറ്റമറ്റ ധാർമ്മികത ഉണ്ടാവേണ്ട നിർബന്ധമാണ്. ധാർമ്മികതയുടെ നിരീക്ഷണത്തിനായി ഭൗതികതയുടെ സംശോധനയും നിർബന്ധമാണ്. അതായത് അവരുടെ ഭൗതികത ശരിയാകും, ഭൗതിക വസ്തുക്കളെല്ലാം ലഭിച്ചു, അതിൽ പുരോഗതി നേടുകയാണെങ്കിൽ ധാർമ്മികതയും ശരിയാവും എന്ന് അർത്ഥമില്ല. ആരുടെ ധാർമ്മികത ശരിയാണോ അയാളുടെ മതവും ശരിയാകണമെന്നില്ല. അതിന് കാരണം അള്ളാഹുവിന്റെ ഉദ്ദേശം മനുഷ്യനെ തന്നിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഇത് സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമാണ്. അതിനാൽ ധാർമ്മികതയിലുള്ള മികവ് ഭൗതിക പുരോഗതിയും മതത്തെ മാർഗനിർദ്ദേശമാക്കുന്നു. കാരണം അതിലേക്ക് ശ്രദ്ധ ഉണ്ടാകുന്നത് മൂലം ബാക്കിയുള്ളതെല്ലാം തന്നെ ശരിയാകുന്നതാണ്. അള്ളാഹു പറയുന്നു, പൂർണ്ണ വിശ്വാസിക്ക് എല്ലാ പുരോഗതിയും ലഭിക്കുന്നതാണ്. എന്നാൽ വെറും ഭൗതികത മാത്രമാണെങ്കിൽ അവരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു, ഇതല്ല തഗയ്യുവും ഫിൽ ഹയാത്തി ദുനിയ, അവരുടെ എല്ലാ പരിശ്രമവും ഭൗതിക ലോകത്തിൽ വെച്ച് തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതിർത്ത് മുസ്ലിം അള്ളാഹുനു ഇതിന് ഉദാഹരണം നൽകിക്കൊണ്ട് പറയുന്നു, യഥാർത്ഥത്തിൽ ആത്മീയത സ്വായത്തമാക്കുന്ന വ്യക്തിക്ക്, അതായത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന വ്യക്തിക്ക് ഏണിപ്പടി ലഭിക്കുന്നതാണ്. എന്നാൽ താഴത്ത് നിന്ന് മുകളിലേക്ക് പോകുന്ന ആൾക്ക് അതിൽ അതായത് ഏണിപ്പടി ലഭിക്കുന്നതല്ല. ലോകത്ത് ഈ മൂന്ന് കാര്യങ്ങളെ സ്വായത്തമാക്കുന്നതിനായി വ്യത്യസ്തമായ മാർഗങ്ങളാണ്. എന്നാൽ ഒരു മാർഗം ഇവയ്ക്കെല്ലാം തുല്യമായിട്ടുണ്ട്. അത് അള്ളാഹുവിനോട് കുറ്റമറ്റ ബന്ധം സ്ഥാപിക്കുക എന്നതാണ്. ധാർമ്മികതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന പക്ഷം ധാർമ്മികത ലഭിക്കുന്നതാണ്. ഭൗതിക ലോകത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഭൗതിക ലോകം ലഭിക്കുന്നു, ഭൗതികമായ പുരോഗതി കൈവരുന്നതാണ്. എന്നാൽ എല്ലാവരുടെയും പരിശ്രമം അവരവരുടെ കഴിവിനുള്ളിൽ ബന്ധപ്പെട്ടതായിരിക്കും, അതിന് പുറത്തു വരാൻ സാധിക്കുന്നതല്ല. എന്നാൽ ആത്മീയത ശരിയാക്കുന്നവർക്ക് എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. സഹാബത്ത് ബൈഅത്ത് ചെയ്ത സമയം കെട്ടിടങ്ങൾ വലുതാക്കുന്നതാണ്, വഴികൾക്ക് വിശാലത നൽകുന്നതാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതിക വസ്തുവിനെ ശ്രദ്ധിക്കുന്നതാണ്. ഈ വിധത്തിലുള്ള കാര്യങ്ങളല്ല ബൈഅത്ത് ചെയ്തത്, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് പറഞ്ഞിരുന്നത്. അതിലൂടെ അവരുടെ ധാർമ്മികത ശരിയായി. ഈ ധാർമ്മികത അഭിവൃദ്ധിപ്പെട്ടപ്പോൾ തീർച്ചയായും ഭൗതിക ലോകവും അവർക്ക് ലഭിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ സത്യസന്ധതയുടെ നിലവാരം വളരെ ഉന്നതമായിരുന്നു. കച്ചവടത്തിലുള്ള ആത്മാർത്ഥ കാരണം ഭൗതികർ യാതൊരു ആശങ്കയും കൂടാതെ തങ്ങളുടെ വസ്തുക്കൾ അവരെ ഏൽപ്പിച്ചിരുന്നു. പ്രജകളോടുള്ള നീതി, പൂർണ്ണമായ പെരുമാറ്റം, ജനങ്ങൾ മുസ്ലിങ്ങൾ തന്നെ ഞങ്ങളെ ഭരിക്കണമെന്ന് ആഗ്രഹമുണ്ടാക്കി. അതിർത്ത് ഉമറുല്ലാന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ സിറിയയിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് പിൻവാങ്ങേണ്ടതായി വന്നു. ആ സന്ദർഭത്തിൽ റോമൻ സൈന്യത്തിന്റെ അംഗബലം ശക്തമായതിനാൽ യുദ്ധം പ്രയാസകരമായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിറിയയിലെ പ്രജകൾ വിതുമ്പുകയായിരുന്നു. ഇവിടെ നിന്ന് പോകരുതെന്ന് അവർ വിടാതെ പിന്തുടർന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്, ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുന്നതാണ്. എന്നാൽ സിറിയയിലെ ജനം ക്രിസ്ത്യാനികളായിരുന്നു, റോമൻ സൈന്യവും ക്രിസ്ത്യാനികളായിരുന്നു. എന്നാൽ ഉന്നതമായ ധാർമ്മിക ഗുണം, അധികാരത്തിന്റെ മനോഹാരിത, അതിന്റെ സജ്ജീകരണവുമായിരുന്നു ക്രിസ്തീയ ഭരണത്തിനെതിരായി സിറിയയിലെ ജനങ്ങളെ, മുസ്ലിങ്ങളെ സഹായിക്കുന്നതിനായി പ്രേരണ നൽകിയത്. യഥാർത്ഥത്തിൽ രാജാധികാരം ഭൗതിക വസ്തുവാണ്. എന്നാൽ മുസ്ലിങ്ങളുടെ ഭരണം ഭൗതികമായിരുന്നില്ല. ആ അധികാരം അവർക്ക് മതത്തിലൂടെയാണ് ലഭിച്ചത്. അതിനാൽ അവർ മതത്തെയാണ് അനുകരിച്ചിരുന്നത്. അത് കാരണം അവരിലുണ്ടായ പ്രത്യേകതകൾ കാരണം മതത്തിൽ വ്യതിരിക്തത ഉണ്ടായിട്ടുകൂടി മുസ്ലിങ്ങളുടെ ഭരണം നിലനിൽക്കണമെന്ന് പ്രജകൾ ആഗ്രഹിച്ചു. മുസ്ലിങ്ങൾക്ക് അധികാരം ലഭിച്ചു.
ऐसी खूबियां थीं ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിലൂടെയാണ് ലഭിച്ചത്. അത് വെറും कि आया चाहती थी कि मुसलमानों की बादशाहत कायम വാക്കുവാദമായിരുന്നില്ല, മറിച്ച് യഥാർത്ഥ വിശ്വാസത്തിന്റെ ഫലമായിട്ടാണ് അവർക്കത് ലഭിച്ചത്. കാരണം വാക്കുവാദം മാത്രം ഉന്നയിക്കുന്ന വ്യക്തി ഭൗതിക ലോകത്തും നഷ്ടപ്പെട്ടവനായിത്തീരുന്നതാണ്. എന്നാൽ യഥാർത്ഥ മതം ലഭിക്കുന്നത് ആർക്കാണ്? അവരുടെ സ്വഭാവം നന്നാവുന്നതാണ്. അങ്ങനെയുള്ളവർക്കാണ് അത് ലഭിക്കുക. അതുപോലെ ഭൗതികവും അവർക്ക് ലഭിക്കുന്നു. ഈ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ ഭരണാധികാരികളും ഈ വിഷയത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിലും, അതുപോലെ ഇതനുസരിച്ച് അധികാരം വിനിയോഗിച്ചിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നേനെ. അതിർത്ത് മുസ്ലിം മൗദുല്ലാഹു പറയുന്നു, അതിർത്ത് മസീമദ് അലൈഹി സ്വലാം ഒരു കച്ചവടക്കാരന്റെ ഉദാഹരണം നൽകാറുണ്ടായിരുന്നു. അള്ളാഹുമായുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ളതാണ്. അയാൾ ഒരു വലിയ തുക പട്ടണത്തിലെ കാസിയുടെ കൈവശം അമാനത്തായി ഏൽപ്പിച്ചിരുന്നു. യാത്രയ്ക്ക് വേണ്ടി പുറപ്പെടുകയായിരുന്നു. തിരിച്ചു വരുമ്പോൾ അത് വാങ്ങുന്നതാണ്. എന്നാൽ തിരികെ വന്നപ്പോൾ തന്റെ പണക്കിഴി ചോദിച്ചു. കാസി വ്യക്തമായ നിലയിൽ നിരാകരിച്ചു. എന്റെ പക്കൽ ആരും തന്നെ അമാനത്ത് വെച്ചിട്ടില്ല, ഞാൻ അമാനത്ത് വാങ്ങാറില്ല, അങ്ങനെ പറഞ്ഞ് അത് നിഷേധിച്ചു. പല പല അടയാളങ്ങൾ കച്ചവടക്കാരൻ പറഞ്ഞു. എന്നാൽ അതിനെല്ലാം അദ്ദേഹം നിഷേധിച്ചു. ആ അമാനത്ത് ഞാൻ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല എന്ന് കച്ചവടക്കാരനോട് പറഞ്ഞു. ഇതിൽ കച്ചവടക്കാരൻ വളരെയധികം പ്രയാസപ്പെട്ടു. ആരോ അയാളോട് പറഞ്ഞു, രാജാവ് ഈ ദിവസം സദസ്സ് സംഘടിപ്പിക്കുന്നതാണ്, എല്ലാ ആളുകൾക്കും അവിടെ ചെല്ലാവുന്നതാണ്, നീയും അവിടെ പോയി തന്റെ പ്രയാസം പറയുക. അയാൾ അങ്ങനെ തന്നെ ചെയ്തു. എന്നാൽ അയാളുടെ പക്കൽ യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രാജാവ് പറഞ്ഞു, തെളിവുകൾ ഒന്നുമില്ലാതെ കാസിയെ പിടികൂടാൻ സാധിക്കുകയില്ല. എന്നാൽ രാജാവ് സ്വയം ഒരു പരിഹാരം നിർവചിച്ചു. ഇന്ന ദിവസം എന്റെ യാത്ര സന്നാഹങ്ങളും പട്ടണത്തിൽ വരുന്നതാണ്. ആ സമയം നീ കാസിയുടെ അടുക്കൽ നിൽക്കുക. കാരണം എന്നെ സ്വീകരിക്കുന്നതിനായി വലിയ വലിയ ആളുകൾ റോഡിനരികിൽ വന്ന് നിൽക്കുന്നതാണ്. ഞാൻ വരുമ്പോൾ നിന്നോട് യാതൊരു സങ്കോചം കൂടാതെ സംസാരിക്കുന്നതാണ്. നീയും എന്റെ സുഹൃത്തായ രീതിയിൽ എന്നോട് പെരുമാറണം. ഭയപ്പെടരുത്. കാരണം രാജാവാണ്, വല്ലതും സംഭവിക്കുമെന്ന് ചിന്തിക്കാൻ പാടില്ല. നിന്നോട് ഞാൻ ചോദിക്കും, ഒരുപാട് നാളായല്ലോ നിന്നെ കണ്ടിട്ട്. അപ്പോൾ നീ പറയണം, ഞാൻ യാത്രയിലായിരുന്നു, പിന്നീട് തിരികെ വന്നു, ഒരാളുടെ കൈവശം അമാനത്ത് വെച്ചിരുന്നു, അതിന്റെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, തിരികെ വാങ്ങുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. രാജാവ് പറഞ്ഞു, അപ്പോൾ ഞാൻ നിന്നോട് പറയും, കാസിയുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ പറയുന്നതാണ്, ഈ പ്രശ്നം പരിഹരിക്കാനായി എന്റെ അടുത്ത് വരേണ്ടേ? അപ്പോൾ നീ പറയണം, പരിഹാരം കിട്ടിയില്ലെങ്കിൽ ഞാൻ താങ്കളുടെ അടുക്കൽ വരുന്നതാണ്. അങ്ങനെ രാജാവ് വന്ന ആ ദിവസം രാജാവ് പറഞ്ഞ പോലെ തന്നെ ആ കച്ചവടക്കാരൻ ചെയ്തു. സംസാരമുണ്ടായി. കാസിയും രാജാവിനെ സ്വീകരിക്കുന്നതിനായി അവിടെ എത്തിയിരുന്നു. അവിടെ നിന്ന് ഈ സംസാരം കേട്ടു. രാജാവിന്റെ സംഘം അവിടെ നിന്ന് പോയപ്പോൾ കാസി കച്ചവടക്കാരന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, നീ എന്റെ അടുക്കൽ വന്നപ്പോൾ ഏതോ ഒരു അമാനത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എനിക്ക് ഓർമ്മ വളരെ കുറവാണ്. ഏതെങ്കിലും അടയാളം പറയുക. ആദ്യം കച്ചവടക്കാരൻ പറഞ്ഞ അതേ അടയാളങ്ങൾ ആവർത്തിച്ചു. കാസി രാജാവിന്റെ രീതിയും പെരുമാറ്റവും കണ്ടിരുന്നതിനാൽ ഉടൻ തന്നെ പറഞ്ഞു, ഈ അടയാളം മുമ്പ് എന്തുകൊണ്ട് പറഞ്ഞില്ല? അമാനത്ത് എന്റെ പക്കൽ സുരക്ഷിതമാണ്, ഇപ്പോൾ തന്നെ തിരികെ തരാം. ഒരു ഭൗതിക രാജാവ് പരിമിതമായ ശക്തി ഉണ്ടായിരുന്നിട്ട് കൂടി അയാളോടുള്ള ബന്ധം മനുഷ്യനൊരു സ്ഥാനം നൽകുന്നുണ്ടെങ്കിൽ, അതായത് വലിയ വലിയ ആളുകൾ അയാളെ ഭയക്കുന്നു, അപ്പോൾ ദൈവവുമായുള്ള സൗഹൃദം ആർക്കെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ ലോകം അയാളുടെ പാദത്തിന് കീഴിൽ വരിക എന്നത് അസാധ്യമാണോ? അതിനാൽ യഥാർത്ഥ മതം സ്വീകരിച്ചുകൊണ്ട് മനുഷ്യൻ എല്ലാ ലോകത്തെയും കരസ്ഥമാക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ഈ കാര്യങ്ങൾ സഹാബത്തിന് ലഭിച്ചു. അത് ഭൗതിക നിലയിലല്ല അവർ നേടിയെടുത്തത്, മറിച്ച് ഭൗതിക ലോകത്തെ മതത്തിന് അടിമപ്പെട്ട നിലയിലാണ് അവർക്ക് ലഭിച്ചത്. അതിനാൽ ഇതിനു വേണ്ടി വിശ്വാസത്തിന്റെ ആവശ്യമാണുള്ളത്. അത് ദൈവപ്രീതിയെ ആകർഷിക്കുന്നതാണ്. അത്തരത്തിലുള്ള വിശ്വാസമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഒരു വ്യക്തിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ അവൻ എങ്ങനെ ഉന്നതാർമിക ഗുണങ്ങളെ വിട്ടുകളയാനാണ്?
ധാർമ്മികതയുടെ എല്ലാ വശങ്ങളും अखलाक के सारे शोबे മനുഷ്യൻ സ്വായത്തമാക്കുന്ന പക്ഷം, इंसान इख्तियार അതിൽ പ്രവർത്തിക്കുന്ന പക്ഷം, സത്യസന്ധത, ആത്മാർത്ഥത, सच्चाई വിശ്വസ്തത, ഭയഭക്തി, പരിശുദ്ധി എല്ലാം തന്നെ सभी कुछ അവന് ലഭിക്കുന്നതാണ്. हासिल हो जाएगा और उसका ഇതിന്റെ പരിണിത ഫലം തീർച്ചയായും के इल्म അറിവ്, हुनर കഴിവ്, ജാഗ്രത, യോഗ്യത, കഠിനാധ്വാനം उसको हासिल എന്നിവയും ലഭിക്കുന്നതായിരിക്കും. അതിൽ പ്രവർത്തിക്കുന്നവനായിരിക്കും. और नतीजतन फिर दुनिया भी हासिल होगी അതിന്റെ ഫലമായി ഭൗതികതയും അവന് ലഭിക്കുന്നതാണ്. അതിനാൽ സത്യവിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ चाहिए ആത്മീയതയിലായിരിക്കണം. इतना नहीं നാവുകൊണ്ട് मुंह से इकरार काफी സമ്മതിക്കുന്നവർ മാത്രമായി തീരരുത്, അവരെ പോലെ ആകരുത്. जुबान से नहीं അള്ളാഹുവിനുള്ള സ്നേഹം നാവിലൂടെ സാധ്യമല്ല, മറിച്ച് हो सही हो सकती ഹൃദയത്തിലൂടെ ആയിരിക്കണം. जब ऐसा होता है അങ്ങനെ സംഭവിക്കുമ്പോൾ इंसान എല്ലാ വസ്തുക്കളും हर शय पर മനുഷ്യന് കീഴടങ്ങുന്നതാണ്. जब तक कोई इंसान ഏതൊരു മനുഷ്യനാണ് करे മികവ് കൈവരിക്കാത്തത് അതുവരെ പ്രതിഫലം നേടുകയില്ല. मजहब में दाखिल होने से മതത്തിൽ പ്രവേശിക്കുമ്പോഴും कमाल ही फायदा देता മികവാണ് പ്രയോജനം നേടിത്തരുന്നത്. അതിനായി പരിശ്രമിക്കണം. है അതിലത്ത് മസീമദ് അലൈഹി സ്വലാം करते थे പറയാറുണ്ടായിരുന്നു, आजकल हमसे फायदा वही उठाते എന്നിലൂടെ जो कि പ്രയോജനം ഈ കാലഘട്ടത്തിൽ എടുക്കുന്നത് അഗാധമായി ബന്ധം സ്ഥാപിക്കുന്നവരാണ്, അതല്ലെങ്കിൽ എന്നെ പൂർണ്ണമായി എതിർപ്പ് പ്രകടിപ്പിക്കുന്നതാണ്. അതായത് മൗലവി हो रहा है സനാഉല്ലാ സാഹിനെ പോലെയുള്ളവർ, छोटे छोटे मौलवियों को कोई पूछता അവർക്കാണ് പ്രയോജനമുള്ളത്. या മറ്റ് ചെറിയ ചെറിയ മൗലവിമാരെ സംബന്ധിച്ച് ആരും തന്നെ അന്വേഷിക്കുന്നില്ല. അതുപോലെ പരിശുദ്ധമായ കൂറ് വെച്ച് പുലർത്തുന്നവർ, अगर इंसान അവർക്ക് പ്രയോജനം ലഭിക്കുന്നു. ചെറിയ ബന്ധം യാതൊരു പ്രയോജനം നേടിത്തരുന്നതല്ല. മനുഷ്യൻ അള്ളാഹുലേക്ക് അടുക്കുമ്പോൾ മുമ്പുള്ളവരിൽ പോലുള്ള മാറ്റം ഇവരിലും ഉണ്ടാകുന്നതാണ്. ഈ കാലഘട്ടത്തിലും അത് സാധ്യമാണ്. മനുഷ്യൻ की कोशिश करे യഥാർത്ഥ നിലയിൽ അതിനായി പരിശ്രമിക്കുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത്. जरूरत इस बात की അള്ളാഹുവിന് ആരോടും ശത്രുതയില്ല. हम कामिल तौर पर अपने आप को खुदा के നാം आगे डाल दें സാധാരണ നിലയിൽ उसके आस्थाने पर അള്ളാഹുവിന്റെ സമക്ഷം സ്വയം സമർപ്പിക്കുമ്പോൾ भी आप सब कुछ അവന്റെ സവിധത്തിൽ കുനിയുക. और जो तरक्की അപ്പോഴാണ് ഇതെല്ലാം നമുക്ക് ലഭിക്കുക. ഇതാണ് അതിനുള്ള നിബന്ധന. अब हमें അപ്പോൾ സ്വയമേ എല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. पास बैठने से एक आम मिसाल है ഏതൊരു പുരോഗതിയാണ് നമുക്ക് ആവശ്യം, സ്വയമേ അത് ലഭിക്കുന്നതാണ്. ഒരു പൊതുവായ ഉദാഹരണമാണ്, തീയുടെ മുന്നിൽ ഇരിക്കുന്ന മനുഷ്യന്റെ എല്ലാ അവയവങ്ങളും ചൂടാകുന്നു. कि सब അപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് മനുഷ്യൻ ദൈവസന്നിധിയിൽ ഹാജരാകുമ്പോൾ ദൈവാനുഗ്രഹത്തിന്റെ പങ്ക് അവന് ലഭിക്കാതിരിക്കുന്നത് എങ്ങനെ സാധ്യമാകും? അതിനാൽ നമുക്ക് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. खुदा ताला ദൈവത്തെ സ്വന്തമാക്കുക, ദൈവത്താൽ ഐക്യപ്പെട്ട മതത്തിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക, मोहब्बत को एक ദൈവസ്നേഹത്തെ പ്രതിദത്തമായ വികാരമായി തീരുന്ന രീതിയിൽ അതിനെ സ്വായത്തമാക്കുക. जो हमारे अखलाक के भी आला मयार ഇത് തന്നെയാണ് നമുക്ക് ധാർമ്മിക ഗുണത്തിന് ഉന്നത നിലവാരം പ്രദാനം ചെയ്യുന്നത്. चले जाएंगे ഭൗതിക പുരോഗതിയും നാം നേടുന്നവരായി മാറുന്നത് ഇതുമൂലമാണ്. അള്ളാഹുവിന്റെ പ്രകാശത്താൽ हम हिस्सा लेने की कोशिश करें നാം അതിൽ നിന്ന് हकीकत में പങ്കു എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ फैज पा सकते हैं जब हम एक लगन के साथ നാം യഥാർത്ഥ നിലയിൽ से അത് സ്വന്തമാക്കുന്നു. हिस्सा लेने की कोशिश करेंगे നാം ഒരു जो ആവേശത്തോടെ പ്രകാശത്തിന്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നെങ്കിൽ കളവ് ഒരു അന്ധകാരമാണ്. അതിൽ നിന്ന് നാം और दगा സ്വയം മുക്തി നേടുന്നതാണ്. മടി, കച്ചവടം, മറ്റ് തിന്മകൾ, दूसरों के हक मारना ये सब जुल्मात हैं മറ്റുള്ളവരുടെ അവകാശം തട്ടിയെടുക്കുക, ഇവയെല്ലാം അക്രമമാണ്. अल्लाह ताला के नूर की അള്ളാഹുവിന്റെ പ്രകാശത്താൽ ഇതും സ്വയം ഇല്ലാതാകുന്നതാണ്. हमारे अखलाक भी बुलंद होते चले जाएंगे നമ്മുടെ ധാർമ്മിക ഗുണവും ഉന്നതമായി തീരുന്നതാണ്. चलती रहेंगी ഭൗതിക പുരോഗതിയും ലഭിക്കുന്നതാണ്. ആയതിനാൽ को अगर ഈ സമൂഹത്തിൽ വസിച്ചുകൊണ്ട് के बाद असरात തന്റെ സന്താനങ്ങളെ जाना है ഭൗതിക ലോകത്തിന്റെ മോശപ്പെട്ട സ്വാധീനത്തിൽ നിന്ന് समझाना है രക്ഷിക്കണം दुनियावी എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ भी മതത്തിന്റെയും ധാർമ്മികതയുടെയും ബന്ധം मजहब के ताबे से അവർക്ക് വിവരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ मजहब से ഭൗതിക പുരോഗതിയെ യഥാർത്ഥ മതത്തിന്റെ അടിമയാണെന്ന് സ്ഥാപിക്കണമെന്നും जोड़ने की खुद അവരെ चाहिए അതായത് സന്താനങ്ങളെ മതവുമായി ബന്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുമായി ഒരു ബന്ധം സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا
ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.